എന്താ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. വെള്ളം കൊടുക്ക. ഇത് ഇക്കാന്റെ കടയിലെ പ്രോൺസ് തന്നെയാണോ? അല്ല, എരിവുണ്ടെങ്കിലേ വെള്ളത്തിനേക്കാൾ നല്ലത് ജ്യൂസ് കുടിക്കുന്നതാ. മായേ, ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വന്നേ. അതെ, പറഞ്ഞില്ല, ജ്യൂസ് എത്തിക്കഴിഞ്ഞു. നിനക്കിഷ്ടം മാംഗോ ജ്യൂസ് അല്ലേ? അപ്പൊ കുട്ടന് തന്നെ ആദ്യം കൊടുക്ക്, അവന്റെ എരിവ് മാറും. കുട്ടൻ പറഞ്ഞു ശരിയാ, എന്തൊരു എരിവാ. എരിവെന്ന് പറഞ്ഞിട്ട് നീ എന്താ ജ്യൂസ് കുടിക്കാതെ? കുടിക്കാം. സ്മൃതി വെള്ളം തന്നപ്പോഴേ ആ എരിവങ്ങ് പോയി. അമ്മേ, നല്ല ടേസ്റ്റ്. അവന്ന് കഴിച്ചു നോക്കി. മുത്തശ്ശിക്ക് കൊടുക്ക്. എനിക്ക് വേണ്ട. കഴിക്കണേ. വേണ്ട, ഞാൻ തന്നെ കഴിക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവന് വൈദ്യമഠത്തിൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എന്റെ തലേ ദിവസം ഞാനും ഇവനും കൂടി മോർണിംഗ് വാക്കിന് പോയി. പെട്ടെന്ന് മിസ്റ്റ് വന്ന് ഞങ്ങൾ അങ്ങ് മൂടി. താഴെ എങ്ങാണ്ടൊരു പൂ കണ്ട് ആ പൂ വേണോന്ന് പറഞ്ഞ് ഇവന് ഒരേ വാശി. എനിക്ക് പൂ വേണം. ഞാൻ വഴക്കും പറഞ്ഞു മുന്നോട്ട് നടന്നു. തിരിഞ്ഞു നോക്കുമ്പോ കുട്ടനെ കാണാനില്ല. പൂ പറിക്കാൻ ഇറങ്ങിയ ഇവൻ വലിയൊരു കുഴിയിലേക്ക് വീണു. അയ്യോ, വേഗം വാ. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതല്ലമ്മേ, കുഴിയിൽ വീണപ്പോ അവനെ രക്ഷിച്ചതാരാന്നറിയൂ? കുട്ടൻ പറയുന്നത് അതൊരു മാലാഖയാണ്. എന്ത് മാലാഖ? എനിക്കൊരു പെണ്ണിന് ഓർമ്മയില്ലേ അച്ഛാ? ഇത് ചുമ്മാ അച്ഛന്റെ പുളുവാണേ. കഥയൊന്നും അല്ല. അവള് പിന്നെ സ്ഥിരം വൈദ്യമഠത്തിൽ വരുമായിരുന്നെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞില്ലേ? അവളുടെ നമ്പർ തരാന്നൊക്കെ പറഞ്ഞതാ. അവളിങ്ങോട്ട് വിളിക്കുമെന്നാ പറഞ്ഞത്, പക്ഷെ വിളിച്ചില്ല. മാലാഖയെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു വളയായിട്ടായിരുന്നു എന്റെ നടപ്പ്. ശരിക്കും മാലാഖയാണോന്നാ എന്റെ സംശയം. മറ്റാരും കണ്ടിട്ടില്ല. സ്വാമിയച്ഛനെ ഇവന് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുട്ടേട്ടാ, ഉള്ള സത്യം പറഞ്ഞു. മാലാഖയുടെ കള്ളക്കഥ പറഞ്ഞ് ഏട്ടൻ ഇവരൊക്കെ ഫൂളാക്കിയതല്ലേ? എങ്കിൽ എന്നോട് മാത്രം പറ, നമുക്ക് സുന്ദരി മാലാഖേനെ കണ്ടുപിടിക്കാം. അമ്മേ, ആ വളയാണോ എന്റെ പോക്കറ്റിൽ കിടന്നത്? അതെ. സംതിങ് മിസ്റ്റീരിയസ്.
എങ്ങനെയുണ്ട് മോനെ? എല്ലാം പഴയതുപോലെ ആയില്ലേ? നീ ഇല്ലാത്തതിന്റെ കുറവ് ഇവിടെ നന്നായിട്ടുണ്ട്. ചിറ്റപ്പന എല്ലാം ഒരുവിധം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ അച്ഛനാണെങ്കിൽ എല്ലാ ഈർഷ്യയും ഏൽപ്പിച്ചിരിക്കാം. അവന്റെ കാര്യം നിനക്കറിയാമല്ലോ. ഓൺലൈനിലൂടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിച്ചാൽ എത്രത്തോളം ശരിയാകാനാ? ചെറിയച്ഛനെങ്ങനെ അവനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഇപ്പൊ എല്ലായിടത്തും ഈ ഓഫീസ് സിസ്റ്റം വരെയല്ലേ. സർക്കാർ സംവിധാനം പോലും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് നോക്കാം. കൃഷിയെ ഒറ്റയ്ക്കല്ലേ ഏൽപ്പിച്ച ഒന്നും ശരിയാവില്ല. ക്യാമ്പിലൊക്കെ അല്ലേ, ചിറ്റപ്പനെ അങ്ങ് വന്നോളാം. ദേ കൂടെ തന്നെ നിക്കണേ. സിദ്ധാർത്ഥൻ അവന്റെ ചേരെ കൊണ്ടിരുത്ത്. അറിയാവല്ലോ, സ്പെഷ്യൽ കെയർ വേണം. ഞാൻ അങ്ങോട്ട് വന്നോളാം. ചെറിയ ഞാൻ തിരിച്ച് ചാർജ് എടുക്കാൻ വന്നല്ലോ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എന്റെ മൈൻഡ് ഒന്ന് ഫുള്ളി സെറ്റ് ആയിട്ടില്ല. എന്തിനാ മോനെ? നീ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാ, ഒരു കുഴപ്പമില്ല. ദേ സൂക്ഷിച്ചോണേ, മഹിയേട്ടൻ ഉടനെ എത്തും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചെറിയച്ഛനും കൂടെ ഉണ്ട്. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പ്ലീസ്. ഈ ക്യാബിൻ മറ്റാർക്കും തുറന്നു കൊടുക്കരുതെന്ന് മഹാദേവൻ സാറ് പറഞ്ഞിട്ടുണ്ട്. കുറെ കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സാറ് വരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ക്യാബിൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേനെ. സാർ പ്ലീസ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഡസ്റ്റ് ആണല്ലോ. ആർക്കെങ്കിലും ഇത് ക്ലീൻ ചെയ്തിട്ടൂടെ? വണ്ടിയിട്ടെ സാർ. വേണ്ട, ഇരിക്കൂ സാർ. ഈ പൊടിക്കാത്തിരുന്ന് എങ്ങനെ വർക്ക് ചെയ്യും? ആളെ വിളിച്ച് മുഴുവൻ ഇന്ന് തന്നെ ക്ലീൻ ചെയ്തോടെ. കുറച്ച് ചൂടുള്ള കൊണ്ടുവരാൻ സലീമിനോട് പറഞ്ഞു. സലീമൊക്കെ ഇവിടെ നിന്ന് പോയി സാർ. പുതിയ ആളാ ബെന്നി. വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഹലോ ഹലോ, അച്ഛനത് എവിടെയാ? നീ ഇതെവിടെയാ? നീ എങ്ങോട്ട് പോയെന്നറിയാതെ എല്ലാരും ഇവിടെ പേടിച്ചിരിക്കുക. ഞാൻ കമ്പനിയിലെ ഹെഡ് ഓഫീസിലുണ്ട്. അച്ഛനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എനിക്ക് വല്ലാത്ത സഫക്കേഷൻ. ഇവിടെ ആകെ എല്ലാം കൊള്ളായി കിടക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛൻ ഇങ്ങോട്ട് വരാറില്ലേ? ഞാനിതാ എത്തി. ഹരിയില്ല അവിടെ. ഞാനിതാ വരുന്നു. വെള്ളം ചോദിച്ചാൽ ഇത് കൊടുത്താൽ മതി. മല്ലിയിട്ട് തിളപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് സാർ പുതിയ സ്റ്റാഫ് ബെന്നി. എന്താ ആവശ്യമുണ്ടെങ്കിലും ബെന്നിയോട് പറഞ്ഞാൽ മതി. മരണം തൊട്ടു പിന്നാലെയുണ്ട്. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത്. ജാഗ്രത. അവനെ പുറകെ വിട്.
റെഡി പോ. ഇന്ന് നമ്മുടെ 23ാമത് വെഡിങ് ആനിവേഴ്സറിയാ. ഞാൻ നിനക്കൊരു സർപ്രൈസ് സമ്മാനം കരുതിയിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തിരിക്കുന്ന സാരി കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നതാ, ഓർമ്മയുണ്ടോ? ഇനിയൊന്നും വേണ്ട, പിള്ളേർക്ക് കൂടി എന്തെങ്കിലും വാങ്ങിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല, അവരും കൂടിയുണ്ട്, അത് മറക്കണ്ട. കൊള്ളാം, നമ്മുടെ മക്കളെ ഞാൻ മറക്കാനോ? അവർക്ക് വേണ്ടത് എല്ലാം വാങ്ങാം. പിന്നെ നിനക്ക് ഐസ്ക്രീം വേണ്ടേ? ദേ, ആ ബേക്കറിയിലാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത്. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. അയ്യോ, അയ്യോ മോനെ, മോനെ സിദ്ധു, സിദ്ധു എന്തായി കാണിക്കുന്നത്? സിദ്ധു മോനെ വെറുതെ ഇരിക്ക്. മോനെ, മോനെ ഒന്നുമില്ല മോനെ, മോനെ. എന്നാല് ഹരി, നിനക്ക് ഇത്ര ബോധമില്ലാണ്ടായല്ലോ. അവന് കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് വൈദ്യര് പ്രത്യേകം പറഞ്ഞതല്ലേ? എന്റെ അമ്മയെ ഞാൻ ഇറങ്ങിയപ്പോ ഇവനും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അറിയാമല്ലോ ഇവന്റെ നിർബന്ധം. ഞാൻ കമ്പനി ഓഫീസിലേക്ക് പോകാന്ന് പറഞ്ഞ ഒഴിയാൻ നോക്കിയതാ. ഏട്ടൻ ഇവിടെ പോയി? വൈദ്യരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. ഞാൻ വിളിച്ചപ്പോ ഇവിടെ എത്തിയെന്നാ പറഞ്ഞു. ഓ, ഇനിയും ആ വൈദ്യനെ തന്നെ കാണിക്കാനാണോ? ഇത്രയൊക്കെ കണ്ടും കൊണ്ടും അറിഞ്ഞിട്ടും അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് ഇവനെ പണ്ട് കാണിച്ച ന്യൂറോ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുക വേണ്ടത്. നീ മിണ്ടിപ്പോരുത്. ആ സാമിയച്ചനാ കുട്ടനെ പഴയ നിലയിൽ എത്തിച്ചത്, അതാരും മറക്കണ്ട. ഇനി സാമിയച്ചനെ അവനെ ചികിത്സിക്കുന്നുള്ളൂ. മുത്തശ്ശി, വൈദ്യര് വന്നു. വരൂ, ഒന്ന് മാറിക്കേ.
ഒറ്റമൂലി കൊടുത്തു. ഇന്ന് കൊടുക്കാതെ നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. കണ്ടില്ലേ നാടി പിടിച്ച് പരിശോധിക്കുന്നത് കള്ള സന്യാസി. അവൻ്റെ ഒരു ഇന്നാളത്തെ പോലെ അത് കണ്ടുപിടിക്കുമെന്ന് എന്റെ പേടി. ഒന്നുമില്ലാതെ പേഷ്യന്റിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? മരുന്നുമല്ലേ മുടങ്ങിയോ? ഇല്ല, എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വേറെ എന്തോ ഉള്ളിൽ ചെന്ന ലക്ഷണം കാണിക്കുന്നുണ്ട്. കുട്ടൻ ആഹാരമായിട്ട് എന്താ നൽകിയത്? ഞാൻ തന്ന മരുന്നല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഇന്നലെ അവനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന് ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് നോൺ വെജ് ഒക്കെ കഴിച്ചിരുന്നു. അവനും ചിക്കനും പ്രോൺസും ഒക്കെ കഴിച്ചു. കുറെ കാലമായിട്ട് അവൻ ഇതൊന്നും കഴിക്കാതിരുന്നല്ലേ. ഇനി അതുകൊണ്ട് വല്ലതും ആണോ? ആഹാരത്തിലൊന്നുമല്ല, വിഷം കലർന്ന എന്തോ ദ്രവരൂപത്തിലുള്ളിൽ ചെന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും സംഭവം ആരെങ്കിലും മനഃപൂർവ്വം പറയുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇന്ന് പിന്നെ അവൻ നിർബന്ധം പിടിച്ചിട്ടാ കമ്പനി ഹെഡ് ഓഫീസിൽ പോയത്. അവിടെ വെച്ച് അവൻ പെട്ടെന്ന് വയലന്റായി. കഷ്ടം. നിങ്ങൾക്ക് അവൻ അബ്നോർമലായി കാണണമെന്നാണോ ആഗ്രഹം? ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ അവനെ കൊണ്ട് ഇത്രയും ദൂരം വരിക, പഴയ ആക്ടിവിറ്റിയിലേക്ക് സിറ്റുവേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക, ഇതൊക്കെ കാണുമ്പോ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? ഇല്ല സ്വാമിയച്ച, ഞങ്ങൾ അവന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറണമെന്ന് എന്നെ ആഗ്രഹിക്കുന്നേ. പെട്ടെന്ന് കമ്പനി പോകണമെന്ന് പറഞ്ഞപ്പോ അവന്റെ എല്ലാ അസുഖവും മാറി നോർമലായെന്നാ വിചാരിച്ചത്. സത്യത്തിൽ അവൻ തികച്ചും നോർമൽ തന്നെ ആയിരുന്നു. എല്ലാരോടും പഴയ പോലെ ഫ്രീ ആയി സംസാരിക്കുകയൊക്കെ ചെയ്തതാ. പെട്ടെന്നാണ് അവനിങ്ങനെ. ഇതിപ്പോ സാമ്യച്ച് 3-4 പ്രാവശ്യം സൂചിപ്പിക്കുന്നു ഇവിടെ ആരോ മരുന്ന് മാറി കൊടുത്തെന്ന്. ഇവിടെ ആരാ അങ്ങനെ ചെയ്യുന്നത്? അവന്റെ പെറ്റമ്മ തന്നെ അവന് മരുന്ന് കൊടുക്കുന്നത്. ഏട്ടൻ നീ അങ്ങനെയൊക്കെ ചെയ്യൂ? എല്ലാവരുടെയും കൂട്ട പ്രാർത്ഥന കൊണ്ടായി ഇവൻ തിരിച്ചു വന്നത്. ഞങ്ങൾ അവനെ ഇന്ന് തന്നെ വൈദ്യമഠത്തിലെത്തിക്കാം. വേണ്ട, ഇനി അവനെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. അയ്യോ, വർഷത്തിൽ ഒരിക്കൽ മാത്രം റേറായി കിട്ടുന്ന അപൂർവമായ ഔഷധം കൊടുത്ത അവനെ പൂർവ്വസ്ഥിതിയിലാക്കിയത്. ഇനി അവനെ രക്ഷിക്കാൻ മഹാവൈദ്യനായ മഹാദേവന് പോലും കഴിയില്ല. സ്വാമിയച്ഛൻ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കരുത്. ഈ പൊന്നാരൻ തോട്ടത്തെ എല്ലാമായി കിടക്കുന്നത്. വൈദ്യർക്കല്ലാതെ മറ്റാർക്കും ഇവനെ പഴയ സ്ഥിതിയിലാക്കാൻ പറ്റില്ല. ഇവന് വേണ്ടി സകല സ്വത്തുക്കളും ത്യജിക്കാൻ ഈ കുടുംബം തയ്യാറാ. സ്വാമിയച്ഛൻ ഞങ്ങളെ കൈവിടരുത്. ഇനി അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെങ്കിൽ പോലും ജാനകി അല്ലാതെ വേറെ ആരെ കൊണ്ടും കൊടുപ്പിക്കില്ല. പഴയ ഒരു ഓർമ്മയെ ഉണർത്താതിരിക്കാൻ ഞങ്ങളെല്ലാം ശ്രമിച്ചോളാം. അങ്ങേക്ക് മാത്രമേ എന്റെ മോനെ പഴയ സ്ഥിതിയിൽ എത്തിക്കാൻ പറ്റൂ. പ്ലീസ്, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. വേണ്ട, 1-2 തവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. നിങ്ങൾ ആരും അനുസരിച്ചില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, രോഗിക്ക് വിശ്വാസം വേണം, ഒപ്പമുള്ളവർക്കും. മനോരഞ്ജന പുഷ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗിക്ക് അത് കഴിക്കാനും രോഗം ഭേദമാവാനുള്ള യോഗം വേണം, എങ്കിലേ അത് ലഭിക്കൂ. അതുപോലെയാ ഇതും. നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ രോഗിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന മനസ്സോടെ നിൽക്കണം. അതിവിടെ ഇല്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്, ഞാൻ പോകുന്നു. അയ്യോ, സ്വാമിച്ച, തിരികെ കൊണ്ടുവിടാൻ ഞാൻ വരാം. വേണ്ട, തിരിച്ച് മഠത്തിലെത്താൻ നിയോഗം ഉണ്ടെങ്കിൽ അവിടെ എത്തും. സ്വാമിച്ച, ഇയാളാരാന്ന് ഇയാളുടെ വിചാരം? ഒരു ചാമ്യാച്ചൻ വന്നിരിക്കുന്നു. എടാ അബി, ഞാൻ കാറെടുക്കാം. നീ മായം കൂടിയേ ചിത്തൂന്ന് എടുത്തുണ്ടോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേണ്ട, അവനൊന്ന് ഉറങ്ങട്ടെ. സ്വാമിയച്ഛന്റെ മനസ്സ് ശാന്തവും. സ്വാമിയച്ഛൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. അല്ല ഏട്ടാ, അതോ മതി. അതുവരെ നിങ്ങൾ ക്ഷമിക്ക്. അവനെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേരെ. നീ വടി.